ജയതിലകുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം കുറച്ചു നാളത്തേക്ക് കളക്ടർ പ്രശാന്തിനെ കാണാനില്ലായിരുന്നു. പക്ഷെ ഒരു വിവാദപരമായ പ്രസ്താവനയുമായി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു നിസ്സാര വിവാദമല്ല, ഒന്ന് ആലോചിക്കേണ്ടത് കൂടിയാണ്. അതായത് ശബരിമല കേന്ദ്ര ഭരണ പ്രദേശമാക്കണം, കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം, ഇല്ലെങ്കിൽ വലിയ ദുരന്തം ശബരിമലയിൽ ഉണ്ടാകും. അതായത് ഇത്രയും ആളുകൾ വരുന്ന 62 കോടി ജനങ്ങൾ വന്ന കുംഭമേളയിൽ വലിയ സംഭവങ്ങൾ നടന്നില്ല. അത് യോഗി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ ഭരിച്ചത് കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. 2 ലക്ഷം പേര് വന്നാൽ പോലും കേരളം വലിയൊരു അപകട സാധ്യതയിലേക്ക് പോകും എന്ന് പ്രശാന്ത് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ഇവിടെ സർക്കാരിന്റെ ഒരു തിരിച്ചടി പോലെ പറയുകയാണ്, കേന്ദ്രം തന്നെ വരണം, അതായത് BJP തന്നെ ശബരിമലയിൽ വരണം. ഇവിടുത്തെ CPM കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും ശബരിമലയെ നന്നാക്കാൻ കഴിയില്ല, ശബരിമല ഇവരുടെ കയ്യിൽ സേഫ് അല്ല. ഇത് ഒരു വിവാദമല്ല, ഇതൊരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, വാസ്തവമാണ്. ഇതിപ്പോൾ ഇത്രയും പേര് മരിക്കാതിരിക്കുന്നത് തന്നെ അയ്യപ്പൻ്റെ ഒരു കൃപ കൊണ്ടും കാരുണ്യം കൊണ്ടും കടാക്ഷം കൊണ്ടും മാത്രമാണ്. കാരണം ഇത് വല്ലാത്ത റിസ്ക് എടുത്താണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്ര, വാഹനങ്ങളുടെ യാത്ര ആയാലും അയ്യപ്പന്മാരുടെ യാത്ര ആയാലും മലയാണ്. ഈ മലയിലേക്ക് ഇത്രയധികം ആൾക്കാരെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒന്നാമത്തെ കാര്യം, കാരണം അയ്യപ്പൻ ആഗ്രഹിക്കുന്നത് കാനനത്തിൻ്റെ നിശബ്ദതയായതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പന്തളത്ത് തന്നെ ഇരുന്നാൽ പോരായിരുന്നു. അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. കാനനത്തിൻ്റെ ഏകതാനതയിൽ, അതുപോലെ അതിൻ്റെ ഏകാംഗമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വന്യ നിഗൂഢതയും നിശബ്ദതയും ഇതൊക്കെയാണ് ആ കാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകേണ്ട കാര്യം അത് തന്നെയാണ്. അവിടെ നമ്മൾ പോകേണ്ടത് വെടിയുടെ ഒച്ചയോടുകൂടിയല്ല പോകേണ്ടത്. അവിടെ പോകേണ്ടത് ആരവങ്ങളില്ലാതെ, ബഹളങ്ങളില്ലാതെ, മന്ത്രോച്ചാരണം മാത്രമായിട്ടാണ് പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാനനക്ഷേത്രത്തിൻ്റെ സങ്കല്പം തന്നെയാണ്. അവിടുത്തെ ആ നിശബ്ദതയെ ഭഞ്ജിക്കാത്ത രീതിയിൽ വേണം പോകാൻ. ഇതെന്തൊരു ബഹളമാണിത്! ഉത്സവങ്ങളിൽ പോലും ഇല്ലാത്ത ബഹളം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ മണ്ഡലകാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് തന്നെ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞു. നിരവധി ആൾക്കാർക്ക് ശ്വാസം കിട്ടാതായി. നമ്മൾ കണ്ടതാണത്. അപ്പോൾ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഇങ്ങനൊരു പാളിച്ച സംഭവിക്കാം. അതിനുള്ള ആസൂത്രണ വൈദഗ്ധ്യമൊന്നും നമ്മുടെ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനോ ഇല്ല. അതേസമയമാണ് നമ്മൾ കണ്ടത് ഏതാണ്ട് ഈ ഒരു വ്രതകാലത്ത് മുഴുവൻ വരാത്തതിനേക്കാൾ കൂടുതൽ ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുത്തത്. അവകാശപ്പെടുന്നത് ഏതാണ്ട് കണക്ക് കൃത്യമായിരിക്കും, കാരണം അതിനുള്ള ടെക്നോളജി അവിടെ ഉണ്ടായിരുന്നു. 65 കോടി ആൾക്കാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെ വന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ പോലെയുള്ള വലിയ വെള്ളമായിരുന്നു. ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടനത്തിന് വരെ കഴിഞ്ഞ ദിവസം മലയാളികളായിട്ടുള്ള 32 പേരാണ് മരിച്ചത്. ഉംറയ്ക്ക് പോയത്, ഹജ്ജ് തീർത്ഥാടനമല്ല ഉംറയ്ക്ക് വേണ്ടി പോയത് 32 പേര് മരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ എവിടെയും ഉണ്ടാകും, ആൾക്കൂട്ടം ഉണ്ടാകുന്നതാണ്, അത്രയും വലിയ പണമുള്ള രാജ്യമായിട്ട് പോലും. പക്ഷേ കുംഭമേളയിൽ ആകെ സംഭവിച്ചത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള കുഴപ്പം മാത്രമാണ്, അല്ലാതെ പ്രയാഗ്രാജിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഏത് അംഗവൈകല്യമുള്ള ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്കും അവിടെ പോയി സുഖമായി തൊഴുത് മടങ്ങാൻ പറ്റുന്ന, തൊഴുത് മടങ്ങിയെന്ന് അവരെല്ലാം അവകാശപ്പെടുന്നു. എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായതായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ ഏൽപ്പിക്കണം ഇതിൻ്റെ ചുമതല. ഭംഗിയായിട്ട് അദ്ദേഹത്തിന് നടക്കാൻ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. എങ്ങനെ എന്ത് കാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അല്ല, അദ്ദേഹത്തിൻ്റെ ഭരണം മികവ് തെളിയിച്ച രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത്. അതുപോലെ ഇപ്പോൾ മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിട്ടുണ്ട്, EDയുടെ അന്വേഷണം കൂടി ഇപ്പോൾ വരും ശബരിമലയിലെ കള്ളത്തരങ്ങൾ വിളിക്കാൻ. അപ്പോൾ ഈ കള്ളങ്ങളുടെ അന്വേഷണമൊക്കെ കേരള ഗവൺമെൻറ്റും EDയും ഒക്കെ ചേർന്ന് നടത്തട്ടെ. പക്ഷേ ശബരിമലയുടെ പരിപാലനം എന്ന് പറയുന്നത് കാനനക്ഷേത്രത്തിൻ്റെ വനം വകുപ്പ്, അതുപോലെ തന്നെ ആ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒക്കെ കൂടി ചേർന്ന് നടത്തണം. അല്ലെങ്കിൽ എങ്കിൽ മാത്രം, ഇപ്പം തന്നെ പറഞ്ഞു കേരളത്തിന് മാത്രം പറ്റില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണല്ലോ ശ്രീ ജയകുമാർ IAS വന്നപ്പോൾ തന്നെ കേന്ദ്രത്തിൻ്റെ പട്ടാളം വരണം എന്ന് ആവശ്യപ്പെട്ടത്, ഡിമാൻഡ് ചെയ്തത്. പട്ടാളം ഒരു കമ്പനി വന്നിട്ടുണ്ട്. ഇത് യുദ്ധമൊന്നും അല്ലല്ലോ, ഇവിടെ സമാധാനവും ശാന്തിയുമാണ് നിലനിർത്തേണ്ടത്. അവിടെ പട്ടാളത്തിന് വരേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിയന്ത്രണമുള്ള ആർക്കാ? കേന്ദ്രത്തിനാണ്. അപ്പോൾ കേന്ദ്രം തന്നെ, അതുപോലെ തന്നെ അവരുടെ ED അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും സുതാര്യമായിട്ടും തെളിഞ്ഞു വരും. കാരണം അവർക്ക് രാഷ്ട്രീയമായ പക്ഷപാതമില്ലാതെ അന്വേഷിക്കും. മനസ്സിലാകും? ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് പ്രതികളായിട്ട് വരുന്നവരെല്ലാം തന്നെ. അതിൽ മുൻ MLA മാരുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന N. വാസു, ഇവരൊക്കെയാണ് അവരുടെ ആൾക്കാരാണത്.
ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരെ പുഷ്പം പോലെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ SIT-യുടെ ടീമിനെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി കൊടുത്തതിനെ നിർദ്ദേശങ്ങൾ. ഇപ്പോൾ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിൻ്റെ പോലീസാ, അവരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഭീഷണിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ താല്പര്യം നോക്കും, അല്ലാതെ ശബരിമലയുടെ താല്പര്യം അല്ല നോക്കും. അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ അറസ്റ്റ് താമസിക്കുന്നതിന് പിന്നിലും ഇതാണ് കാര്യം, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ എപ്പോഴേ അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസിന് SIT-യുടെ അവർ DIG നാളെ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് ആഭ്യന്തര വകുപ്പിന് കീഴിൽ. അവർക്കൊരു ആശയക്കുഴപ്പം വരും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണല്ലോ. ആ ഒരു സ്വാർത്ഥത വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, മനസ്സിലായോ? കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ പറ്റുമല്ലോ. കോടതിയുടെ സൂപ്പർവിഷൻ അല്ല ഡയറക്ഷൻ ഉണ്ടെങ്കിലും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. കിട്ടിയ എവിഡൻസുകൾ വെച്ചാണല്ലോ കോടതി തീരുമാനം എടുക്കുന്നത്. എവിഡൻസ് കൊണ്ട് കൊടുക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ സംഗതികൾ എളുപ്പമായില്ലേ? കടകംപള്ളി സുരേന്ദ്രനെ രക്ഷപ്പെടാനൊരു പഴുത് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചാൽ പറ്റും SIT-ക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ പാർട്ടിക്കാർ തന്നെ വെള്ള പൂശുന്നുണ്ടല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വാസുവിനെ വെള്ള പൂശുന്നുണ്ടല്ലോ. അദ്ദേഹം വളരെ ശുദ്ധാത്മാവായ ഒരു മനുഷ്യനാണ്. ഒരു കള്ളം പച്ചവെള്ളം ചവച്ച് അരച്ചു കുടിക്കുന്ന ആളാണ്. പക്ഷെ സ്വർണം വരെ ചവച്ചരച്ച് കുടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കേസ്. ആ കേസിൻ്റെ ഫയലിൽ ഗോ എഹഡ് എന്നും പറഞ്ഞ കടകംപള്ളി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഞാൻ ഫയലൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ എനിക്കറിയാൻ വയ്യ. അതൊക്കെ ദിവ്യമായിട്ടായിരിക്കും പറയുന്ന പോലെ ദിവ്യമായിട്ടുള്ള തുലാൻ ചാർത്തിയതാണ് ദിവ്യമായിട്ട്. അങ്ങനെ ആവാനേ ഇന്ത്യ അങ്ങനെ ദിവ്യ. പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയല്ലേ, അപ്പൊ അയ്യപ്പന്റെയൊക്കെ ശക്തി കാണും. പിന്നെ ഈ മാജിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കാണാതെ അങ്ങ് ഒപ്പിടാം. ഇന്ന ഫയലൊന്നും പറയണ്ട, ഫയലില്ല, മറ്റേ ആകാശത്തുനിന്ന് എന്തോ വന്ന് മറ്റേ ഒപ്പിടും പോലെ അങ്ങ് പോവുകയൊക്കെ അത് മാജിക്ക് കാണിക്കുന്നുണ്ടല്ലോ. മുമ്പ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പാവപ്പെട്ട ഒരാളായിട്ടുള്ള ഇപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്ന സുന്ദരമായ വീടുകളും ഒക്കെ നിർമ്മിച്ച വലിയൊരു ആളായിട്ട് തീർന്നു. CPM പലരും അങ്ങനെ തീർന്നിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ ആൾക്കാർ തീർന്നിട്ടുണ്ട്. അതൊരു മാജിക്ക് തന്നെ പണി കൊടുക്കുന്നുണ്ടേ സാർ. ഒരു ഇന്നോവ കാറും മാളും ഒക്കെ വന്ന് അയ്യപ്പനെ 52 വെട്ടുവോ? എനിക്കറിയാൻ വയ്യ, അത് അറിയത്തില്ല. അയ്യപ്പനെ ഏത് വരുന്നത് സ്വാമിയെ ശരണം അയ്യപ്പ. അയ്യപ്പനെ പറ്റി വല്ലതും പറഞ്ഞാൽ കിട്ടുവേ. അതുകൊണ്ട് ഇപ്പൊ ഇത് അയ്യപ്പനെ കള്ളം ചെയ്ത ആൾക്കാർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുക, അയ്യപ്പനെ മോഷ്ടിച്ച ആൾക്കാർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും അടിച്ചു മാറ്റി അന്നെ അയ്യപ്പന്റെ ഇതാ ശബരിമല ശാസ്താവിന്റെ വിഗ്രഹമാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്താൽ ഇത് കോടികൾ, എത്ര കോടി വാങ്ങിക്കാൻ പണമുള്ള ആൾക്കാരുണ്ടെന്നേ യൂറോപ്പിലും ഒക്കെ. അത് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പഴയ ഈദി അമീന്റെ ഉപയോഗിച്ചിരുന്ന ചെരുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി ഡോളറാണ്. അതെ, മോൻസൺ മാവുമ്പൽ അങ്ങനെയാണല്ലോ. ശബരിമലയെ കുറിച്ച് വ്യാജരേഖ ഉണ്ടാക്കിയില്ലേ, ചെമ്പോല. അതിനകത്ത് വ്യാജരേഖ സ്ത്രീകൾ കൊണ്ട് പ്രവേശിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി ഉണ്ടാക്കി. അതുപോലെ തന്നെ പുള്ളിയുടെ ആൻഡ്രൂ അഗസ്റ്റിനെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാജരേഖകൾ ചമച്ചുകൊണ്ടുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുക. വ്യാജമാണെന്നുള്ളത് വ്യക്തമായില്ലേ? മെസ്സി വരുന്നു, ഇപ്പോൾ വന്നു, എവിടെ വന്നു? നമ്മളിങ്ങനെ കലൂർ സ്റ്റേഡിയം നമ്മുടെ തൊട്ടടുത്തോണ്ട് നോക്കിക്കൊണ്ടിരിക്കുക, മെസ്സി വന്നില്ല ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ. ആകെപ്പാടെ ഒരു മെസ്സാണ് ഇപ്പൊ കേരള ഭരണം എന്ന് പറയുന്നത്. മെസ്സി വന്നില്ലെങ്കിലും മെസ്സ് വന്നു, പിന്നെ മെസ് ടോട്ടൽ. അപ്പൊ ഇവിടെ മാത്രം, അവിടെ പ്രശാന്ത് പറഞ്ഞതിനപ്പുറം വേറൊരു കാര്യമുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഉണ്ടാക്കണം. കേന്ദ്രത്തിന്റെ ബോഡി, അത് ഭരണം എല്ലാം കൂടെ നടത്തണം. കാരണം ഹൈന്ദവേത അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതല്ലല്ലോ. ഈ ആരാധന എന്ന് പറയുന്നതും ഭക്തി എന്ന് പറയുന്നതും കേരളത്തിനകത്തൊരു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ സംസ്കാരത്തിന്റെ ഒരു കോട്ടയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അതിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് അത്യാവശ്യം. ഇതുപോലെ കള്ളന്മാരും ഒക്കെ ചേർന്നുകൊണ്ട്, പരീശന്മാരും ചുങ്കക്കാരും ചേർന്നുകൊണ്ട് അതിൻ്റെ സംസ്കാരം നശിപ്പിച്ച്, ചൈതന്യം നശിപ്പിച്ച് അതില്ലാതാക്കരുത്. ഔറംഗസീബും ബാബറും ഒക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഇവര് നടത്താൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ തൊട്ടിലുകൾ എന്നുള്ള നിലയ്ക്ക് അവയെ സംരക്ഷിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും കേന്ദ്രത്തിനുണ്ട്. കേന്ദ്രം ആ ദൗത്യം നിർവഹിക്കണം. ദേവസ്വം ബോർഡ് എന്നൊരു വകുപ്പ്, ഒന്നും ചെയ്യാനില്ലാത്ത വകുപ്പ് എന്തിനാ? ഒരു ഫയലും വരാത്ത വകുപ്പ്. അതുകൊണ്ട് അതും ഇല്ലാതാക്കണം. അതിന് പകരം പുതിയ സംവിധാനങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തണം. വിശ്വാസമില്ലാത്ത ഗവൺമെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ സംസ്കാരം നമുക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിഷ്കാരം വരുത്താൻ കേന്ദ്രത്തിന് തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ പ്രശാന്തിന് അപ്പുറത്തേക്ക് ശബരിമലയുടെ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളുടെയും
പല ക്ഷേത്രങ്ങളും ഇതുപോലെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകേണ്ടത്.